തിരുവനന്തപുരം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലാക്കി മാറ്റിക്കൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ ആ സന്ദർശനം എന്നത്. വെറും 2 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന സന്ദർശനമായിരുന്നിട്ട് പോലും കേരളത്തിന്റെ വികസന ചരിത്രത്തിലും രാഷ്ട്രീയ ഭൂപടത്തിലും വലിയ അടയാളപ്പെടുത്തലുകൾ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചപ്പോൾ മുതൽ കേരളം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്നുള്ള സൂചന ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമയക്കുറവ് മൂലം റോഡ് ഷോയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നെങ്കിലും ജനങ്ങളുടെ ആവേശം ഒട്ടും കുറയ്ക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് കൃത്യമായി കൊണ്ടുപോയി, അല്ലെങ്കിൽ ആവേശം കുറയാൻ അനുവദിച്ചതില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. വിമാനത്താവളം മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ നിശ്ചയിച്ചിരുന്ന റോഡ് ഷോ സുരക്ഷാ കാരണങ്ങളാലും സമയപരിമിതിയാലും കാറിൽ ഇരുന്നു കൊണ്ട് തന്നെയാക്കി മാറ്റുകയായിരുന്നു. എങ്കിലും കാറിന്റെ വാതിലൂടെ പുറത്തേക്ക് അഭിവാദ്യം ചെയ്യുന്ന മോദിയെ കാണാൻ 10,000-കണക്കിന് ആളുകൾ റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുകയായിരുന്നു. ഭാരത് മാതാക്ക് ജയ് വിളികളാലും പുഷ്പവൃഷ്ടികളാലും തിരുവനന്തപുരം നഗരം മോദിയെ വരവേൽക്കുകയായിരുന്നു. ഈ റോഡ് ഷോയിലൂടെ തന്നെ BJPയുടെ രാഷ്ട്രീയ കരുത്ത് കേരളത്തിൽ തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും മോദിയെ കാണാനായി ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം വലിയൊരു ജനസഞ്ചയം തന്നെ മണിക്കൂറോളം പൊരുവെയിലത്ത് കാത്തുന്നത് മോദി എന്ന നേതാവിനോടുള്ള കേരളത്തിന്റെ മാറുന്ന മനോഭാവത്തിന്റെ തെളിവായി രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനെയും സ്മരിച്ചുകൊണ്ട് മലയാളത്തിൽ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾ വലിയ ആവേശത്തിലായി. അവിടെ ഹർഷാരവം കൊണ്ട് മുഴങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പത്മനാഭസ്വാമിയുടെ ഈ പുണ്യഭൂമിയിൽ വരാനായത് തന്റെ സൗഭാഗ്യമാണെന്നാണ് മോദി പറഞ്ഞത്. വികസനവും രാഷ്ട്രീയവും ഒരുപോലെ സമന്വയിപ്പിച്ച മോദിയുടെ വാക്കുകൾ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ മുന്നണികളെ ഞെട്ടിക്കുന്നത് കൂടിയായിരുന്നു. ഒരു വശത്ത് LDF, മറുവശത്ത് UDF എന്ന നിലയിലാണ് നിലവിലെ സാഹചര്യം എന്നതും, എന്നാൽ ഇനി മുതൽ മൂന്നാമതൊരു പക്ഷം കൂടി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അത് സദ്ഭരണത്തിന്റെയും വികസനത്തിന്റെയും പക്ഷമാണ്. LDF-ഉം UDF-ഉം കേരളത്തിന്റെ ദുർഭരണത്തിൽ മുക്കിക്കളഞ്ഞു. ഇവരുടെ കൊടിയുടെ നിറം വേറെയാണ്, ചിഹ്നവും രണ്ടാണ്. എന്നാൽ രണ്ടുപേരുടെയും അജണ്ട ഒന്ന് തന്നെയാണ്. അഴിമതിയും വർഗീയതയുമാണ് ആ അജണ്ട. ശരിയായ അർത്ഥത്തിൽ പുതിയൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. തൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്നും ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണമെന്നും അദ്ദേഹം കേരളത്തെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ഈ 2 മുന്നണികളെയും ഭരണപരാജയം മൂലമാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ അഴിമതിയെക്കുറിച്ച് ആലോചിക്കുന്നു. ജനപക്ഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനക്ഷേമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ വോട്ട് ബാങ്കിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്നായിരുന്നു മോദിയുടെ പ്രസ്താവനയും വിമർശനവും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മോദി തന്റെ പ്രസംഗത്തിൽ വളരെ ഗൗരവത്തോടെയാണ് ഉന്നയിച്ചതും. ശബരിമലയുടെ വിശ്വാസം തകർക്കാൻ കിട്ടിയ ഒരവസരവും LDF പാഴാക്കിയിട്ടില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. വിശ്വാസികളെയും വിശ്വാസത്തെയും അപമാനിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് അനുവദിക്കില്ല. ശബരിമലയിലെ ആഭരണങ്ങളും സ്വർണവും പോലും സുരക്ഷിതമല്ലെന്ന വാർത്തകൾ ഭക്തരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. BJP അധികാരത്തിൽ വന്നാൽ ഇത്തരം ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ജയിലിലടയ്ക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സദസ്സിൽ വലിയ കൈകടികളാണ് ഉയർത്തിയത്. കോൺഗ്രസിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് മോദി ഉന്നയിച്ചത്. MMC കോൺഗ്രസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. അതായത് MMC എന്നാൽ മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് ആണെന്നാണ് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞതും. കോൺഗ്രസിനെ കുറിച്ച് താൻ മുന്നറിയിപ്പ് നൽകുകയാണ്. കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായി മാറിയിരിക്കുകയാണ്. കേരളത്തെ ഒരു വർഗീയ പരീക്ഷാശാലയായി കോൺഗ്രസ് ഉപയോഗിക്കുകയാണെന്നും പവിത്രമായ കേരളത്തെ ഈ അജണ്ടയിൽ നിന്ന് രക്ഷിച്ചെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ BJPയുടെ വളർച്ചയെ അദ്ദേഹം ഗുജറാത്തിലെ BJPയുടെ ചരിത്രത്തോടാണ് ഉപമിച്ചത്. 1987 മുമ്പ് ഗുജറാത്തിൽ BJP തോൽവികൾ ഏറ്റുവാങ്ങുന്ന ഒരു പാർട്ടി മാത്രമായിരുന്നു. വാർത്തകളിലൊന്നും വരാത്ത ഒരു ചെറിയ സംഘടന. എന്നാൽ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി വിജയിച്ചതോടെയാണ് വിജയ പരമ്പര തുടങ്ങിയത്. പിന്നീട് സംസ്ഥാന ഭരണം പിടിക്കുകയും ഗുജറാത്തിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. അതിന് സമാനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP നേടിയ ഈ വിജയം എന്നത്. കേരളത്തിൽ ഇത്തവണ പരിവർത്തനം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് മോദി പറയുന്നത്. കേരളം BJPയെ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നുവെന്നും അഴിമതിയിൽ നിന്നും കേരളത്തെ മുക്തമാക്കാനുള്ള പോരാട്ടത്തിന് തുടക്കമാണെന്നുമാണ് മോദി പറയുന്നത്. മാറാത്തത് ഇനി മാറുമെന്ന് അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞപ്പോൾ ജനങ്ങൾ ആവേശക്കടലിലാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വികസന കാര്യത്തിൽ തിരുവനന്തപുരം ലോക നിലവാരത്തിലെത്തേണ്ട നഗരമാണെന്നും അതിന് എല്ലാ പിന്തുണയും കേന്ദ്രം നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക പാക്കേജുകൾ ആലോചനയിലുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളത്തിൽ എത്താതിരിക്കാൻ സംസ്ഥാന സർക്കാർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടെന്നും മോദി ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. വികസനത്തിന്റെ ശത്രുവാണ് കേരള സർക്കാർ എന്നും PM-ശ്രീ പദ്ധതി ഇതിനൊരു തെളിവാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. പാവപ്പെട്ട കുട്ടികൾക്ക് ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കേണ്ടതില്ല എന്നതാണോ സർക്കാരിന്റെ നിലപാടെന്നാണ് അദ്ദേഹം ചോദിച്ചത്.
ദരിദ്രരുടെ അവകാശങ്ങൾ കേരള സർക്കാർ നിഷേധിക്കുക കൂടിയാണ്. ഇതിനെതിരെ ജനങ്ങൾ ചിന്തിക്കണമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. കേന്ദ്രം അയക്കുന്ന പണം അർഹരായവരിലേക്ക് എത്താതിരിക്കാൻ സംസ്ഥാനം തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഇത്തരം തടസ്സങ്ങൾക്കിടയിലും ലക്ഷക്കണക്കിന് മലയാളികൾക്ക് കേന്ദ്ര പദ്ധതികളുടെ ഗുണം ലഭിക്കുന്നുമുണ്ട്. PM ആവാസ് യോജന വഴി 25 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. PM സൂര്യഘർ പദ്ധതിയിലൂടെ വൈദ്യുതി ബില്ലില്ലാത്ത ലോകം സാധാരണക്കാർക്ക് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ടെറസുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിൽ വലിയൊരു ലാഭമുണ്ടാക്കാൻ കേന്ദ്രത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. തെരുവ് കച്ചവടക്കാർക്കായി നടപ്പിലാക്കിയ PM സ്വാധീനി പദ്ധതി വഴി 10,000 പേർക്ക് ബാങ്ക് സേവനങ്ങളും ക്രെഡിറ്റ് കാർഡുകളും ലഭ്യമാക്കി. ഇത് കേരളത്തിലെ താഴെത്തട്ടിലുള്ള സാമ്പത്തിക ഉന്നമനത്തിന് വലിയ സഹായവുമായിട്ടുണ്ട്. കേരളത്തിന്റെ വികസനത്തിൽ റെയിൽവേക്ക് വലിയ സ്ഥാനമുണ്ടെന്നാണ് മോദി പറഞ്ഞു വെക്കുന്നത്. 3 പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ ഫ്ലാഗ് ഓഫും ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ, മംഗളൂരു എന്നിങ്ങനെ തെന്നിന്ത്യയിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ സർവീസുകൾ യാത്രക്കാർക്ക് വലിയ ഉപകാരമാകും. മിതമായ നിരക്കിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ യാത്ര ചെയ്യാൻ സാധാരണക്കാരെ ഈ ട്രെയിനുകൾ സഹായിക്കുകയും ചെയ്യും. റെയിൽവേയുടെ നവീകരണത്തിനായി കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം നീക്കിവച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതോടെ കേരളം ആഗോള കപ്പൽ ഗതാഗത ഭൂപടത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുക കൂടിയാണ്. യുവാക്കൾക്ക് ഒട്ടനവധി തൊഴിൽ ഇതിലൂടെ ലഭിക്കുമെന്നും കപ്പലുകൾ വരാൻ തുടങ്ങിയതോടെ തിരുവനന്തപുരം വലിയൊരു വാണിജ്യ ഹബ്ബായി മാറിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായി മാറുമെന്നും ഇതിനെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. കേരളത്തിലൊരു ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാൽ വികസനത്തിന്റെ വേഗത ഇരട്ടിയാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പിനെക്കുറിച്ചും മോദി പരാമർശിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ പണം കോൺഗ്രസും CPM ചേർന്ന് മോഷ്ടിച്ചുവെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. മക്കളുടെ വിവാഹത്തിനും വീട് നിർമ്മാണത്തിനും പഠനത്തിനുമായി പാവപ്പെട്ടവർ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച പണം സുരക്ഷിതമില്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പല കുടുംബങ്ങളും ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് അദ്ദേഹം വേദനയോടെ ഓർമ്മിപ്പിച്ചത്. എന്നാൽ BJP അധികാരത്തിൽ വന്നാൽ മോഷ്ടിക്കപ്പെട്ട ഓരോ രൂപയും കുറ്റവാളികളിൽ നിന്നും ഈടാക്കി പാവപ്പെട്ടവർക്ക് തിരികെ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. അഴിമതിയാണ് കേരളത്തിന്റെ വളർച്ചയെ പിന്നോട്ടടിക്കുന്നതെന്നും ഈ അഴിമതി ഭരണത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. കരുവന്നൂർ പോലുള്ള ബാങ്കുകളിൽ നടന്ന തട്ടിപ്പുകൾ ജനങ്ങൾ മറന്നിട്ടില്ല എന്നും ഇതിന് ഉത്തരവാദികളായവർ എത്ര വലിയവരായാലും ശിക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. രാഷ്ട്രീയമായി വലിയ തിരിച്ചടികൾ LDF-നും UDF-നും വരാനിരിക്കുന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. ചടങ്ങിനിടയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷിനോടുള്ള പ്രധാനമന്ത്രിയുടെ പെരുമാറ്റം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് പോലും വഴിവെച്ചിട്ടുണ്ട്. അതായത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരം അല്പം മാറിയിരുന്ന രാജേഷിനെ തന്റെ പ്രസംഗത്തിൽ എന്റെ പഴയകാല സുഹൃത്തെന്ന് പേരെടുത്ത് വിളിച്ച മോദി പ്രവർത്തകർക്ക് നൽകിയ ആവേശം ചെറുതൊന്നുമല്ല. BJP ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ രാജേഷ് നടത്തിയ കഠിനാധ്വാനത്തിനെ അദ്ദേഹം അംഗീകരിക്കുകയായിരുന്നെന്നും പ്രസംഗത്തിൽ ഉടനീളം പറയുന്നുണ്ട്. പ്രസംഗത്തിന് ശേഷം വേദി വിടുമ്പോൾ രാജേഷിന്റെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈയിട്ട് സംസാരിച്ചത് താഴെത്തട്ടുള്ള പ്രവർത്തകരെ കേന്ദ്രം എത്രത്തോളം വിലമതിക്കുന്നു എന്നുള്ള തെളിവായി കൂടി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. രാജേഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഉണ്ടായിരുന്നിട്ടും മേയറെ പ്രത്യേകം പരിഗണിച്ചത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് നൽകുന്ന പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നതും. ഒരു സാധാരണ പ്രവർത്തനം എന്ന നിലയിൽ അവിടെ നിന്നുകൊണ്ട് നേതൃത്വത്തിലേക്ക് വന്ന രാജേഷിനെ വളർച്ച ഓരോ BJP പ്രവർത്തനം മാതൃകയാക്കണമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ഭാവിയിലെ സാങ്കേതിക വിദ്യകൾക്ക് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുമെന്നും അതിനായി CSIR NIST ഇന്നോവേഷൻ ഹബിന്റെ പ്രവർത്തനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ IT രംഗത്തും സ്റ്റാർട്ടപ്പ് മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്രം തയ്യാറാണ്. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. കേന്ദ്ര സർക്കാർ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയപരമായി പിന്തുണ നൽകും. ദരിദ്രർക്കെതിരെ പ്രവർത്തിക്കുന്ന LDF സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും മോദി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 60 വർഷം കേന്ദ്രം ഭരിച്ച UPA സർക്കാരിനെ പിന്തുണച്ചത് ഇടതുപക്ഷം ഉൾപ്പെടെയായിരുന്നു. എന്നാൽ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടി അവർ ഒന്നും തന്നെ ചെയ്തില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചതും അവർക്ക് സബ്സിഡികൾ നൽകുന്നതും മോദി സർക്കാർ വന്ന ശേഷമാണെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കേരളത്തിലെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. കേവലം ഉദ്ഘാടന ചടങ്ങുകൾക്കപ്പുറം കേരളത്തിലെ വോട്ടർമാരോട് നേരിയ സംവാദത്തിനുള്ള ഒരു അവസരമായി മോദി ഇതിനെ മാറ്റുകയും ചെയ്തു. അഴിമതിയും വർഗീയതയും മുദ്രകുത്തേക്കിയ ഇടതുമുന്നണികൾക്കെതിരെ വികസനത്തിന്റെ പുതിയൊരു മാതൃക അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു എന്നാണ് പരക്കെയുള്ള സംസാരം. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുവെന്നും ആ മാറ്റം BJPയിലൂടെ സാധ്യമാകുമെന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും അനന്തപുരിയുടെ ചരിത്ര പ്രാധാന്യത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ തിരുവനന്തപുരത്തെ ജനങ്ങളിൽ വലിയ അഭിമാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ജനങ്ങൾ നൽകിയ സ്നേഹത്തിന് മലയാളത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം പോലും അവസാനിപ്പിച്ചത്. ഈ സന്ദർശനം നൽകുന്ന ഊർജ്ജം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു സ്വാധീനം ചെലുത്തുമെന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ട ആ 2 മണിക്കൂർ തിരുവനന്തപുരം നഗരം എന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഈ വികസനവും സത്വരണവും ലക്ഷ്യമിട്ടുള്ള തന്റെ യാത്രയിൽ കേരളത്തെയും
കൂടെ കൂട്ടുമെന്ന ഉറച്ച വാഗ്ദാനമാണ് പ്രധാനമന്ത്രി മടങ്ങിയതും. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനെത്തിയ ജനങ്ങളുടെ കണ്ണുകളിലേക്ക് പ്രതീക്ഷ ബി ജെ പിക്ക് കേരളത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് നൽകുന്നത്.